മൂത്രമൊഴിക്കുന്ന സമയത്ത് എരിച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും വീണ്ടും അവിടെ ബാക്കിയിരിക്കുന്ന പോലെ തോന്നുക. ഇത് പലപ്പോഴും സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇത് വേറെ ഒന്നുമില്ല, മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ മൂത്രച്ചൂട് എന്നൊക്കെ ചില നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ ഈ മൂത്രപ്പഴുപ്പ് കാരണമായിട്ട് ഒരുപാട് പേര് സ്ത്രീകൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാറുണ്ട്, ബുദ്ധിമുട്ടുന്നൊരു വിഷയം കൂടെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ചില ആൾക്ക് ബാക്ക് പെയിൻ വരാറുണ്ട്, ചില ആൾക്ക് അടിവയറ്റിൽ വേദന വരും, ചില ആളുകൾക്ക് ശരീരം മുഴുവൻ കോച്ചിപ്പിടുത്തം പോലെയൊക്കെ അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിത് ബാക്ക് പെയിൻ ആയിരിക്കും നമ്മുടെ കേസ് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോച്ചിപ്പിടുത്തം ക്ഷീണം കാരണമായിട്ടും വരിക, അതുപോലെ മാറാത്ത ഗ്യാസിന് പ്രശ്നമായിട്ടും വരിക, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരിക. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് പലപ്പോഴും ഒരുപാട് കാലമായിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മൂത്രത്തിൽ ചൂട് അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫെക്ഷൻ, എങ്ങനെ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ, ഏതൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം, ഈ മൂത്രപ്പഴുപ്പ് വന്നാലും നമുക്കത് ക്ലിയർ ആക്കാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തുടങ്ങിയ സകല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ, ഈ സെഷനിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. അപ്പോൾ ഈ മൂത്രപ്പഴുപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആർക്കാണ്? സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് വരാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളിൽ മൂത്രം പോകുന്ന മൂത്രനാളിയുണ്ട്. ഈ മൂത്രനാളിയും അതേപോലെ മലം കടന്നു പോകുന്ന ആനൽ റീജിയനും, ഈ രണ്ടിൻ്റെയും ഓപ്പണിങ് എന്താണ്, അടുത്തടുത്തായിട്ട് വരുന്നത്, തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മലത്തിലൂടെ വരുന്ന പല ബാക്ടീരിയ, എസ്പെഷ്യലി ഈക്കോളി ബാക്ടീരിയക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മൂത്രനാളിയിൽ എത്താനും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അനാട്ടമിക്കൽ അല്ലെങ്കിൽ ജന്മനാ തന്നെ മൂത്രപ്പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ആർക്ക് കൂടുതലാണ്? സ്ത്രീകൾക്ക് കൂടുതലാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൂത്രനാളി എന്താണ്, അത്യാവശ്യം നീളമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും, ഇത് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും സ്ത്രീകൾ ഇതിന് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നുള്ളതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് വരാൻ ഒരുപാട് കാരണമുണ്ട്. സ്ത്രീകളിൽ വരാനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വരാനുള്ള മറ്റ് ചില കാരണങ്ങൾ, വെള്ളം ആവശ്യത്തിന് കുടിക്കില്ല എന്നുള്ളതാണ്. വെള്ളം ആവശ്യത്തിന് കുടിക്കാതെ വരുമ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം എവിടെ നമുക്ക് എന്തെങ്കിലും ഈക്കോളി പോലെയുള്ളതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മൂത്രം പാസ് ചെയ്ത് പോകണം. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. 2, ഹൈജീൻ, വൃത്തിയില്ലാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം സമയത്തിന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ളതും, അതേപോലെ തന്നെയാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഇന്നർ വെയറൊക്കെ നല്ല ക്ലീൻ ഉള്ളത്, നല്ല വൃത്തിയുള്ളത് ധരിക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൂത്രം പിടിച്ച് വെക്കുന്ന അവസ്ഥ വരിക. അപ്പോൾ മൂത്രം ഒഴിക്കാൻ ഇപ്പോൾ അപ്പുറത്താണ് ടോയ്ലറ്റ്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണമെങ്കിൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കേണ്ടി വരൂലേ, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യും, മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടായിട്ട് പിടിച്ച് വെക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. കാരണം നമ്മുടെ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വന്നാൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വരുന്നല്ല, നമ്മൾ ഒരു ശീലം ചില ആളുകൾക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പോകുന്ന, വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിങ്ങനെ പിടിച്ചു വെക്കും. ബെല്ലടിക്കട്ടെ അല്ലെങ്കിൽ ഇയാൾ പോകട്ടെ എന്നിട്ട് മൂത്രമൊഴിക്കാൻ പോവുക, അതുവരെ പിടിച്ചു വെക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൊടും. പിന്നെ നമുക്ക് തീരെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തീരെ പിടിച്ചു വെക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് തുമ്മുന്ന സമയത്തോ ചുമക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്തോ വാക്കിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുന്ന അവസ്ഥ വരും, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കുക, മൂത്രം പിടിച്ചു വെക്കുന്നൊരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ വരാറുണ്ട് ഒരു ഹണിമൂൺ പൈലൈറ്റിസ് എന്ന് പറയും. അതായത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ എന്ത് ചെയ്യും, ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത്, കൂടുതലായിട്ടും ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രച്ചൂട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാറുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നതാണ് ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. അതൊരു പൊതുവായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഹണിമൂൺ പൈലൈറ്റിസ് എന്ന് പ്രത്യേകിച്ച് അതിന് പേരെടുത്ത് പറയാറ് തന്നെയുണ്ട്. അപ്പോൾ സെക്സ് റിലേറ്റഡ് എന്ത് ചെയ്യാറ്, സെക്ഷലി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്തും അതിലൂടെയും ഈ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്.
ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. IBS പോലുള്ള പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ശോധന കൂടുതൽ വരിക, ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരിക, അങ്ങനെ. അതുപോലെ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഈക്കോളി പോലെ ബാക്ടീരിയകൾ പിടികൂടാനും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് എന്തൊക്കെയാണ് ഈ UT വന്നു കഴിഞ്ഞാൽ, മൂത്രത്തിൽ പഴുപ്പ് വന്നാൽ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പനി വരാറുണ്ടെന്നാണ്. നമ്മളൊരു 4 മണി 5 മണി ഒരു ഈവനിങ് ആ സമയമായിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് നല്ല ക്ഷീണം വരും, നമുക്ക് കിടക്കേണ്ടി വരും, എവിടെയെങ്കിലും ഇരുന്നിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരിക. അതേപോലെ തന്നെ രാവിലെ ആണ്ട് എണീറ്റ് പൊന്തൂല. നമുക്ക് രാത്രി സമയത്ത് നല്ല പനി ഉണ്ടായിരിക്കും, രാവിലെ ആകുമ്പോൾ പനി കുറയും, രാവിലെ എന്ത് ചെയ്യില്ല, ബെഡിൽ നിന്ന് എണീറ്റ് പൊന്തൂല. പിന്നെ സ്ത്രീകളാണല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എണീറ്റാലെ വീട്ടിൽ മക്കൾ സ്കൂളിൽ പോകാണ്ട്, മദ്രസയിൽ പോകാണ്ട്, ജോലിക്ക് പോകാണ്ട്, അതുകൊണ്ട് വേഗം ഫുഡ് റെഡിയാക്കണം, വേഗം അങ്ങനെ എന്ത് ചെയ്യുമെന്നാണ്, എണീറ്റ് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കൈയും കാലൊക്കെ വേദന വരിക, ജോയിൻറ്റ് വേദന വരിക, മസിൽ വേദന വരിക, നല്ല ക്ഷീണം തോന്നുക, എപ്പോഴും കിടക്കണമെന്ന് തോന്നുക, കാൽമുട്ട് വേദന, എസ്പെഷ്യലി ബാക്ക് പെയിൻ നല്ല രീതിയിൽ വരുന്ന. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണമില്ലാത്ത അല്ലെങ്കിൽ എത്ര മെഡിസിൻ കഴിച്ചിട്ടോ എത്ര ബാമ്പ് തേച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക് പെയിൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ടെന്നില്ല. പല തെറാപ്പി ചെയ്തിട്ടും പല തരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന പല കേസുകളുണ്ട്. പക്ഷേ അതൊക്കെ എന്തായിരിക്കും, ക്രോണിക് ആയിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ചില ആളുകൾക്ക് ഊരക്ക് ബാക്ക് പെയിൻ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്താ അടിവയറ്റിൽ നല്ല വേദന വരാറുണ്ട് എന്നുള്ളതാണ്. അതായത് മൂത്രം ഒഴിക്കുന്ന മൂത്രസഞ്ചിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വേദന വരും. ചിലപ്പോൾ നമ്മുടെ തുടയുടെ ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യും, ആ വേദന സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല, അതുപോലെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് വരാറുണ്ട്. അതേപോലെ തന്നെയാണ് നല്ല ഛർദ്ദിക്കാൻ വരിക, ഗ്യാസിൻ്റെ പ്രശ്നം, ഭക്ഷണത്തോടൊന്നും തീരെ താല്പര്യമില്ല, എന്തെങ്കിലും കഴിച്ച് വേഗം ഛർദ്ദിക്കാൻ വരിക, ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അത് കൂടാതെ തന്നെ തലചുറ്റൽ, തലവേദനയും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളായിട്ടായിരിക്കും പലപ്പോഴും നമ്മളെടുത്ത് വരിക. ചിലപ്പോൾ നമ്മുടെ ബാക്ക് പെയിൻ ആയിട്ട് വരിക, ചിലപ്പോൾ പനിയായിട്ട് വരിക, ചിലപ്പോൾ ഛർദി ആയിട്ടും വരിക, ചിലപ്പോൾ നമുക്ക് അടിവയറ്റിൽ വേദനയായിട്ടും വരാറുള്ളത്. അതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റ് അവർ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ റീസൺ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മൂത്രത്തിൽ പഴുപ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത്. ഇതിന് ടെസ്റ്റുകൾ വേറെ ഒന്നുമില്ല, നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ CRP ESR നോക്കാം, എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതിനൊക്കെ പുറമെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് മൂത്രം ടെസ്റ്റ്, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ എന്ത് ചെയ്യുക, ടെസ്റ്റ്, മൂത്രം ടെസ്റ്റ്. അപ്പോൾ അതിൽ പസൽസുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതുപോലെ RBC ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും, അതുപോലെ ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെയുള്ള ആൽബുമിൻ പ്രശ്നമുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ക്രോണിക് ആകുന്ന സമയത്താണ് ആൽബുമിനും RBC ഒക്കെ കൂടുതലായിട്ട് വരിക എന്നുള്ളത്, പസൽസൊക്കെ കൂടുതലായിട്ട് കാണുക, വളരെ കൂടുതലായിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇത് കാണുക എന്നുള്ളത്. അതിന് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാലമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ RFT ചെക്ക് ചെയ്യുന്ന, ഇതൊക്കെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം കിഡ്നി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കലും അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഇത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രനാളി മാത്രമല്ല, മൂത്രസഞ്ചിയെയും ഈവൻ പൈലോനെഫ്രൈറ്റിസ്, നമ്മുടെ കിഡ്നിയെ പോലും ഇതെന്ത് ചെയ്യാറുണ്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയൊക്കെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടോ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് വന്നാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത്, വേറെ ഒന്നുമില്ല. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദിവസവും എന്ത് ചെയ്യുക, ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കുക. ഒന്നെങ്കിൽ ജീരക വെള്ളം, ഇനി അതെങ്കിലും നന്നായി തിളപ്പിച്ച വെള്ളം, ഇനി അതല്ലെങ്കിൽ മല്ലി തിളപ്പിച്ച, നമ്മളെ കൊത്തമല്ലി ഉണ്ടല്ലോ, നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന ഉരുണ്ടിട്ടുള്ള ഒരു സീഡിലേക്ക് ഇതുള്ളത്, അതെന്ത് ചെയ്യുക, നല്ല പച്ചമല്ലി കഴുകിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക, തണുപ്പ് വേണമെന്നൊന്നുമില്ല, നോർമലി ആയിട്ട് 2.5 മുതൽ 3 ലിറ്റർ വരെ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണി മുതൽ 11 മണിയാവുന്ന സമയത്ത് വരെ 1 ലിറ്റർ കുടിക്കുക. 11 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണിയാവുന്ന വരെ 1 ലിറ്റർ കുടിക്കുക. 5 മണി മുതൽ രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് 1 ലിറ്റർ, അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ തന്നെ എന്ത് ചെയ്യും, ബാക്ടീരിയ കുറേ മൂത്രത്തിലൂടെ
പുറന്തള്ളാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂത്രം നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മൂത്രം ഒരിക്കലും പിടിച്ചു വെക്കരുത്. മൂത്രം ഒഴിക്കാനുണ്ടോ ഉടൻ തന്നെ മൂത്രം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റിൽ പോകാം, വാഷ്റൂം പോകാം, വേഗം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്നർ വെയർ ഒക്കെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ കണ്ടീഷൻ വരുന്നുണ്ട്. അതേപോലെ ലൂക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, പീരീഡ്സിനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പ്രത്യേകിച്ച് ഇന്നർ വെയറിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്നർ വെയറും ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, ഇന്നർ വെയറിലൂടെ നമ്മുടെ ഡ്രസ്സിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അത് സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കരുത്, ഡോക്ടറെ കണ്ടിട്ട് മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കൂവയുടെ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല മൂത്രച്ചൂടിന് വളരെ നല്ല ആശ്വാസം ഉണ്ടാകുന്നത്. ജീരകവെള്ളം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ IBS പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിൽ നല്ല ഗ്രീക്ക് യോഗേട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത്, നല്ല പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇൻഫെക്ഷൻ കുറക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ നല്ല മധുരമുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ കരിച്ചതും പൊരിച്ചതുമായിട്ട് വറുത്ത ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. കാരണം എന്ത് ചെയ്യുന്നത്, ഇതെല്ലാതും ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ നല്ലോണം കൂട്ടുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭക്ഷണ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കൂടിയിൽ നല്ല രീതിയിൽ കൂട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കും, ഇത് എന്തുകൊണ്ട് കൂടുന്നു, എന്തുകൊണ്ട് മാറുന്നില്ല എന്ന്. ആക്ച്വലി ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടു പോകാൻ പോകുന്ന സിമ്പിളായിട്ട് പലരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇത് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് കാണാൻ പാടില്ല. കാരണം എന്താണ്, ഇത് കിഡ്നിയൊക്കെ വരെ ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്, മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന വരുന്നുണ്ട്, മൂത്രത്തിൽ കളർ വ്യത്യാസം വരുന്നുണ്ട്, അതേപോലെ തന്നെ അടിവയറ്റിൽ വേദന വരുന്നുണ്ട്, മാറാത്ത കൈകാലുകളിൽ വേദന വരുന്നുണ്ട്, തലവേദന വരുന്നുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലതും എന്താണ്, മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിലോ, അതുപോലെ ഇതിന് പെട്ടെന്ന് മാറി കിട്ടാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതായിട്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടായിരിക്കും. മൂത്രപ്പഴുപ്പ് വന്നിട്ട് മാറാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാം, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.